ലോക ചാപ്റ്റർ 2 സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഡീകോഡ് ചെയ്ത് അടുത്ത ചാപ്റ്ററിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ദുൽഖറിൻ്റെ ചാർലി എന്ന ക്യാരക്ടറിനോട് ടൊവിനോ തോമസിൻ്റെ മൈക്കിൾ എന്ന ക്യാരക്ടർ ഇങ്ങനെയാണ് പറയുന്നത്: ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കടോ, 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ എന്ന് മൈക്കിൾ ചാർലിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ദുൽഖറിൻ്റെ ചാർലി എന്ന ക്യാരക്ടറും ഇമ്മോർട്ടലാണ്. പിന്നെ ചാത്തൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ശിവൻ്റെ അംശമാണ്, ചാത്തനും ഇമ്മോർട്ടലാണ്. നീലിയെ പോലെ തന്നെ നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കാം ദുൽഖറിൻ്റെ ചാർലി എന്ന ഒടിയൻ. അടുത്ത സീനിൽ മൈക്കിൾ പറയുന്നുണ്ട്, ഞാനും എൻ്റെ 389 സഹോദരങ്ങളും കള്ള് കുടിക്കുമെന്ന്. ചാത്തന്മാരുടെ ഒരു മെയിൻ വീക്ക്നെസ് ആണ് കള്ള് കൊടുത്തുകൊണ്ടാണ് ചാത്തന്മാരെ പലരും വരുതിയിൽ വരുത്താറുള്ളത്. പിന്നെ അടുത്ത ഷോട്ടിൽ മൈക്കിൾ ഒരു ബുക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു ബുക്കിലെ ചാപ്റ്റർ 1 കല്യങ്കാട്ട് നീലിയുടെ സ്റ്റോറിയാണെന്നും ചാപ്റ്റർ 2 ഞാനാണ് മോനെ എന്ന് മൈക്കിള് ചാർലിയോട് പറയുന്നുണ്ട്. അതായത് ചാത്തന്മാരുടെ സ്റ്റോറിയാണ് ചാപ്റ്റർ 2. അതുപോലെ ചാപ്റ്റർ 3യും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. തൻ്റെ ചാപ്റ്റർ ഞാൻ വായിച്ചെന്നും ഹിറ്റ്ലറിനെ കൊന്നത് താനല്ലടോ എന്നും ഈ ബുക്കിൽ അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്നും മൈക്കിള് ചാർലിയോട് പറയുന്നുണ്ട്. സത്യത്തിൽ ലോക ചാപ്റ്റർ 2 സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ ആണെങ്കിലും ലോക ചാപ്റ്റർ 3 സിനിമയ്ക്കുള്ള ഹൈപ്പ് ഇപ്പോഴേ സിനിമയുടെ ടീം കൊടുത്തിട്ടുണ്ട്. ഗ്ലോബൽ ലെവലിലേക്ക് ഈ ഒരു സ്റ്റോറി കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഹിറ്റ്ലറിൻ്റെ മരണം സംബന്ധിച്ചുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ 2 സ്റ്റോറീസാണ് പറയുന്നത്. 1945 ഏപ്രിൽ 30 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയം ഉറപ്പായപ്പോൾ ബെർലിനിലെ ഫ്യൂറർ ബക്കർ എന്ന തൻ്റെ ഒളിത്താവളത്തിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചതെന്ന് പറയുന്നുണ്ട്. തലയ്ക്ക് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തെന്നും സയനൈഡ് കഴിച്ചാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതെന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഈ ഒരു കാര്യം ലോക സിനിമയുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ കല്യങ്കാട്ട് നീലി തന്നെ പല രാജ്യങ്ങളിൽ പോകുന്നത് നമുക്ക് കാണാം. അതും ഇമ്മോർട്ടലായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്ന ക്യാരക്ടറാണ്. ഇതുപോലെ തന്നെയാണ് ദുൽഖറിൻ്റെ ഒടിയനും. താഴെക്കടയിലുള്ള ആളുകളോട് പ്രഭുക്കന്മാർ ക്രൂരമായിട്ട് പെരുമാറുമ്പോൾ അവരെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒടിയന്മാരെ പലരും വിളിച്ചിരുന്നത്. ഹിറ്റ്ലർ ഒടിയൻ കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് ചാൻസ്. പിന്നെ ചാർലി മൈക്കിളിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, എന്നെയും അതുപോലെ മൂത്തോനെയാണ് അയാൾക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഈ മൈക്കിൾ എന്ന ക്യാരക്ടറിൻ്റെ ചേട്ടൻ കഥാപാത്രമായ ചാത്തൻ ലോക ചാപ്റ്റർ 1 സിനിമയിൽ ഒരു ഗുഹേൻ്റെ അകത്താണെന്ന് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗുഹേൻ്റെ അകത്ത് നിന്ന് ആ ഒരു ചാത്തൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ഞാൻ വിളിക്കും, എന്തായാലും വരണമെന്ന് മൈക്കിൾ ചാർലിയോട് പറയുന്നുണ്ട്. ഈ ഒരു ചാത്തനും ഒടിയനും നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് ഇവിടെ തന്നെ വ്യക്തമാണ്. ആ ഒരു ചാത്തന്മാരോട് യുദ്ധം ചെയ്യാനുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു ഒടിയനുണ്ടെന്നും വ്യക്തമാണ്. നിൻ്റെയൊക്കെ കുടുംബ പ്രശ്നത്തിന് ഞാനെന്തിനാ ഇടപെടേണ്ടതെന്നും പറഞ്ഞ് ചാർലി അവിടെ നിന്ന് പോവുകയാണ്. മൈക്കിളിൻ്റെ ആ ഒരു കാർഡ് ചാർലിക്കെതിരെ എറിയുമ്പോൾ ചാർലി അത് വാളുകൊണ്ട് സ്പ്ലിറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഷോട്ടിൽ മൈക്കിൾ ചാർലിയോട് പറയുന്നുണ്ട്, എനിക്കറിയാം താൻ വരുമെന്ന്, താൻ വന്നിട്ടില്ലെങ്കിൽ ചാത്തന്മാർ കൊണ്ടുവരുമെന്ന്. 6-ാം തമ്പുരാൻ സിനിമയിൽ കൊളപ്പള്ളിയപ്പൻ പറയുന്ന ആ ഒരു ഡയലോഗിൻ്റെ റെഫറൻസ് ആയിരിക്കാം ഇത്. പിന്നെ അടുത്ത ഷോട്ടിൽ നീ വിളിക്ക്, ഞാൻ വരാമെന്ന് ചാർലി പറയുന്നുണ്ട്. മൈക്കിളിൻ്റെ ഏട്ടനായ ആ ഭ്രാന്തൻ ചാത്തൻ ഗുഹേൻ്റെ അകത്ത് നിന്ന് അലറുന്നതും തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ മൈക്കിൾ ബാംഗ്ലൂർ സിറ്റി കൂടെ നടക്കുമ്പോൾ ആ ഒരു ഭ്രാന്തൻ ചാത്തൻ മൈക്കിളിൻ്റെ കഴുത്തിൽ പിടിക്കുന്നതും തലകീഴായിട്ടാണ് ആ ഒരു ചാത്തൻ നിൽക്കുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിലായിട്ട് വ്യത്യസ്ത തരത്തിൽ ഡ്രസ്സിങ്ങിലും ഹെയർ സ്റ്റൈലിലുള്ള ഒരുപാട് ചാത്തന്മാരെ പിന്നെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വേൾഡ് എത്രത്തോളം വലുതാണെന്ന് ഈ ഒരു ഷോട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത്രയും ചാത്തന്മാരൊക്കെ ഈ ഒരു സിനിമയിൽ അങ്ങനെ വലുതായിട്ട് കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു ഗ്ലിംസ് പോലെയൊക്കെ ചിലപ്പോൾ കാണിച്ചേക്കാം. ഇനി പറയാനും പറ്റില്ല ഇവരെങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന്. ലോക സിനിമയിൽ തന്നെ ഒരു പാറ്റേൺ തുടരുന്നത് പോലെ തോന്നുന്നുണ്ട്. ലോക ചാപ്റ്റർ 1 സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് ചന്ദ്രയെ പോലെ തന്നെ വാമ്പയർ ആയിട്ടുള്ള ഒരാൾ. ലോക ചാപ്റ്റർ 2 സിനിമയിൽ ചാത്തൻ വെസസ് ചാത്തൻ. ടൊവിനോ തോമസിൻ്റെ മൈക്കിൾ എന്ന ചാത്തൻ്റെ വില്ലനായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ചേട്ടനായിട്ടുള്ള ചാത്തനും. നമുക്കറിയാം ലോക ചാപ്റ്റർ 3 സിനിമ ഓഡിയൻ സ്റ്റോറിയാണ്. ആ ഒരു സിനിമയിലെ ദുൽഖറിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ഒടിയനായിരിക്കാം വരാൻ പോകുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സിനിമയുടെ കഥ നടക്കുന്നതെങ്കിൽ ദുൽഖറിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരാൻ പോകുന്ന ഒടിയൻ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒടിയനാവാനും ചാൻസ് ഉണ്ട്. ഓൾറെഡി ലാലേട്ടൻ ഒടിയനായിട്ട് ഒരു സിനിമയിൽ വന്നതാണല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിഗ് സ്റ്റാർ ഒടിയനായിട്ട് വരാം. ദുൽഖറിൻ്റെ ഒടിയൻ മാത്രമല്ല, ഒടിവിദ്യ പഠിച്ച ഒരുപാട് പേരുണ്ട്. അങ്ങനെ കുറേ ഒടിയൻ കഥാപാത്രങ്ങൾ ലോക ചാപ്റ്റർ 3 വരാൻ ചാൻസ് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ പറയന്മാരാണ് ഈ ഒരു ഒടിവിദ്യ ചെയ്യാറുള്ളത്. പറയന്മാർക്ക് ഈ ഒരു ഒടിവിദ്യ പറഞ്ഞു കൊടുത്തത് പറക്കുട്ടി എന്ന അവരുടെ കുലദൈവമാണ്. ഈ പറക്കുട്ടിയും ഒരു ചാത്തനാണ് എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ. ചാത്തനെ കൊന്ന് 390 കഷ്ണങ്ങളാക്കി ഹോമകുണ്ടത്തിൽ ഇട്ടതിനു ശേഷം ആ 390 കഷ്ണങ്ങൾ പല സ്ഥലങ്ങളിൽ വീണും പല പേരിലുള്ള ചാത്തന്മാരായിട്ട് മാറി. അതിലൊരു കഷ്ണം പാറയിൽ വീണപ്പോൾ പറക്കുട്ടി എന്ന ചാത്തനായിട്ട് മാറി. ഇത്തരത്തിൽ ഓരോ സ്ഥലത്ത് വീണതുകൊണ്ട് തന്നെ ചാത്തന്മാർക്ക് പല സ്വഭാവങ്ങളായിരിക്കാം. ഒരാളുടെ സ്വഭാവ രീതി തന്നെ ആയിരിക്കില്ല മറ്റൊരാളുടെ സ്വഭാവ രീതി. ഉദാഹരണത്തിന് മൈക്കിളിൻ്റെ സ്വഭാവ രീതിയല്ല
മൈക്കിളിൻ്റെ ഏട്ടനായിട്ട് വരാൻ പോകുന്ന ആ ഒരു ഭ്രാന്തൻ ചാത്തന്. ബാക്കിയുള്ള ചാത്തന്മാർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും നമുക്കറിയില്ല. അവരും ഇതുപോലെ പല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരായിരിക്കാം. പിന്നെ ലോക സിനിമയിൽ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ഏലിയൻസ് ആണെന്നും പറയുന്നുണ്ട്. പല രീതിയിലുള്ള പുരാണങ്ങൾ എടുത്തിട്ടാണ് ഇവർ ഈ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കേരളത്തിൻ്റെ ചരിത്രം മാത്രമല്ല, സുമേറിയൻ പുരാണവും ഏലിയൻ തിയറിയൊക്കെ അവർ കണക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷമായിരിക്കാം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. എന്തായാലും കിടിലം പടമായിട്ട് ലോക ചാപ്റ്റർ 2 സിനിമ മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.